ഗോൾ ഡയറക്ടറായി ജോലിയെല്ലാം റിസൈൻ ചെയ്തു. ഫുൾ ടൈം ആയിട്ട് ഈ ഒരു മേഖല ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ പോൺസി സ്കീമായിട്ടുള്ള ഹൈറിച്ചിലേക്ക് ടീമൊക്കെ മൊത്തം പോകുന്നത്. ടീമൊക്കെ പോയി, ജോലി റിസൈൻ ചെയ്തു, ടീം പോയി. ആ സമയത്ത് ഞാൻ മാത്രമായി മാറി. അതോടൊപ്പം സ്പോൺസർ ആയിട്ടുള്ള അനീഷ് ചമ്പ്ര അദ്ദേഹത്തിന്റെ ടീമിൽ നിന്നും എല്ലാവരും പോയ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും മാത്രമായി. നമ്മുടെ ശേഷം തിരൂര് ഓഫീസിൽ ഞങ്ങൾ മാത്രം മുഖാമുഖം നോക്കി ഇരിക്കും, സംസാരിക്കും, വൈകിട്ട് ഞങ്ങൾ തിരിച്ചു പോകും എന്നുള്ള കണ്ടീഷനിലായിരുന്നു. ഒന്നും ചെയ്യുന്നില്ല. അപ്പോ ജോലി ഇല്ലാത്തതുകൊണ്ട് അവിടെ പ്രശ്നം. ബിസിനസ്സിൽ ഇവിടെ ഒരു 500 PV ടീമിനെ ഒപ്പിക്കാനും ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന ഒരു ടൈമായിരുന്നു. കയ്യിൽ പൈസ ഇല്ല. ഈ സമയത്താണ് FRU എന്നുള്ള പ്രോഗ്രാം ലീഡർമാർ അനൗൺസ് ചെയ്യുന്നത്. അപ്പൊ മുമ്പ് FRU ഒക്കെ ആ സമയത്ത് അത് നമ്മള് ലാഘവത്തോടെ നിന്നത് അത് വിട്ടുകഴിഞ്ഞു. പക്ഷെ ഈ FRU നമ്മുടെ ലൈഫിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്ന മനസ്സിലായ സമയത്ത് ഫണ്ട് അറേഞ്ച് ചെയ്തിട്ടാണ് ആ ഒരു പ്രോഗ്രാമിന് പോയത്. താല്പര്യം, പക്ഷേ ഈ പ്രോഗ്രാമിലൂടെ നമുക്ക് മാറ്റം കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള ഒരു കാഴ്ചപ്പാട് വന്നതോടുകൂടി ഫണ്ട് അറേഞ്ച് ചെയ്തിട്ടാണ്, ബ്ലേഡിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടാണ്, ഞാൻ മാത്രമല്ല എന്റെ സ്പോൺസറും ആ രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടാണ് ഞങ്ങൾ ആ പ്രോഗ്രാമിന് പോകുന്നത്. ഞങ്ങൾ 2 വ്യക്തിത്വങ്ങളാണ് പോകുന്നത്. ആ പ്രോഗ്രാം അവിടെ അറ്റൻഡ് ചെയ്തു. അവിടുന്ന് കിട്ടിയ ആ ഒരു ഇൻസ്പിറേഷനും ആ അറിവും കാര്യങ്ങളാണ് പിന്നെ ഇത് റീബിൽഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എത്തിച്ചത്. അവിടുന്ന് തിരിച്ചു വന്നു. ആ ഗോൾ ഡയറക്ടർ ആയിട്ട് പോയ ടീമിൽ നിന്ന് ഒരു PV പോലും വരാതെയാണ് നെക്സ്റ്റ് ലെവലിൽ പിന്നെ റീക്വാളിഫിക്കേഷനും സ്റ്റാർ എന്നുള്ള ലെവലിലേക്കും ഒക്കെ മൂവ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. ആ FRU അറ്റൻഡ് ചെയ്തുകൊണ്ട് മാത്രമാണ്. അതല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഇന്ന് ഈ ബിസിനസ് നിർത്തി പോയിട്ടുണ്ടാവും. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ എന്തായാലും FRU അത്രത്തോളം നമ്മളെ അടിമുടി മാറ്റി, അല്ലെങ്കിൽ ആ ഒരു തീരുമാനം എടുക്കാനായിട്ട്, പാരഡൈം ഷിഫ്റ്റ് ഉണ്ടാക്കാനായിട്ട് സഹായിച്ചു എന്നുള്ളതാണ് പറഞ്ഞതിന്റെ അർത്ഥം. യെസ് പറഞ്ഞോ? തീർച്ചയായും. ഓക്കെ. അപ്പൊ ആ FRU കഴിഞ്ഞതിന് ശേഷം, സീരിയസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം, ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് RK ഈ ബിസിനസ്സിലെ ഡയമണ്ട് ഡയറക്ടർ മാത്രമല്ല, വെൽനസ് മേഖലയിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി കൂടിയായിട്ട് മാറിയിട്ടുണ്ടല്ലോ. അത് അതിനെ കുറിച്ച് എന്താ 2 വാക്ക് പറയാനുള്ളത്? സത്യത്തില് ഹെൽത്തുമായി ബന്ധപ്പെട്ട് ചെറുപ്പം മുതലേ വ്യായാമം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു ആ ഒരു മേഖലയിൽ ഹെൽത്ത് ആയതുകൊണ്ട്. പക്ഷെ ഇവിടെ നമുക്കറിയാം, ലീഡർമാരൊക്കെ പറയുന്ന കാര്യമാണ്, നമ്മള് പഴയ അധ്യായം വായിച്ചുകൊണ്ടിരുന്നാൽ ഒരിക്കലും പുതിയ അധ്യായം നമുക്ക് വായിക്കാൻ സാധിക്കില്ല എന്നുള്ളത്. അപ്പൊ പുതിയ കാര്യങ്ങൾ ഈ ഒരു മേഖലയെ കുറിച്ച്, വെൽനസ് ആരോഗ്യവുമായി ബന്ധപ്പെട്ട് പാഷനേറ്റ് ആയതുകൊണ്ട് തന്നെ ഇത്തരത്തില്, പക്ഷെ ആരോഗ്യപരമായിട്ട് നമുക്ക് മറ്റുള്ളവർക്കും നേട്ടങ്ങൾ, ഇപ്പോ ഹെൽത്തുപരമായിട്ട് നമ്മളെ വെൽനസ് ഉൽപ്പന്നങ്ങൾ ആളുകൾ ആരോഗ്യത്തിൽ മാറ്റം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ കൂടി അതിന്റെ കൂടെ തന്നെ ഇവിടെ ജസ്റ്റ് 1-2 തെറാപ്പി കൂടി പ്രാക്ടീസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്തു, ഇതുകൂടി കണക്ട് ചെയ്ത് ഒന്നുകൂടി അവർക്ക് നേട്ടങ്ങൾ ഉണ്ടായി കൊടുക്കാൻ പറ്റുമല്ലോ. നമ്മളെ മുന്നിൽ ഒരു വ്യക്തി ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്നവർക്ക് ഒരു ആശ്വാസം കൊടുക്കാമല്ലോ എന്നുള്ള രീതിയിലേക്ക് ജസ്റ്റ് അത് അങ്ങനെ വന്നിട്ട് പാർട്ട് ടൈം ആയിട്ട് അങ്ങനെ കണക്ട് ചെയ്ത് പോയെന്നുള്ളൂ. നമ്മൾ മെയിൻലി ഫോക്കസ് കൊടുക്കുന്നത് നമ്മളെ ഈ ഒരു ബിസിനസ്സിൽ, വെസ്റ്റേജ് ബിസിനസ് ശരിയായ രീതിയിൽ ബിൽഡ് ചെയ്ത് കൊണ്ടുപോകാൻ തന്നെ.